നിങ്ങൾക്ക് അറിഞ്ഞൂടെന്നാണ് മൂപ്പരെ. നമ്മൾ പരമ്പരയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സായത്. പക്കെങ്കിലും ഇപ്പൊ കള്ളന്മാരല്ലേ കാട്ടില്. ഒരു കണ്ടി തേക്കോ ബീറ്റിയോ കണ്ട കാലം മറന്ന്. എന്നാ ഈ നാട്ടിൽ നല്ല തടിയില്ലേ? ഉണ്ട്. അപ്പുറത്ത് നോക്കിങ്ങള് കറിയാച്ചൻ ഇവിടെ ഈർച്ചപ്പൊടി ഭാരാൻ നിന്നോനാ. ഓനാ ഇപ്പൊ നാട് മുഴുവൻ സപ്ലൈ, ചന്ദനത്തടി വരെ. ആ, നിങ്ങൾ ദേവകിനെ പറ്റി പത്രത്തിൽ വായിച്ചില്ലേ? ഓന്റെ ആളാണ് കറിയാച്ചൻ. കാടും കാട്ടിലെ ദൈവങ്ങൾ ഇപ്പൊ ഓന്റെ കസ്റ്റഡിയിലാ. അതൊക്കെ പോട്ടെ, ഞങ്ങൾ തടി കൊണ്ടുവന്ന കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടോ ആചാർക്ക്? എവിടുന്ന് കിട്ടാനാണ് മോനെ? അവനാന്റെ പറമ്പ് കിടക്കുന്ന ഒരു പ്ലാവ് ഇക്കാലത്ത് മുറിക്കണമെങ്കിൽ 7 സർക്കാർ ഓഫീസ് കയറി ഇറങ്ങണം. പിന്നെ എവിടുന്നാ? അതെവിടുന്നോ ആട്ടെ, ഞങ്ങൾ കൊണ്ടുവന്നാൽ ചോദിക്കണ കാശ് തരാം. നമ്മളെ കച്ചവടം ഒന്ന് കൊഴിപ്പിക്കാം. എന്നാലൊരു ചെറിയ തുക അഡ്വാൻസ് തന്നൂടെ ആചാരെ? ചില്ലറ ചെലവിനാണ്. ആഹാ, ഇനിയിപ്പൊ അതും വേണാ? വിശ്വാസമില്ലെങ്കിൽ വേണ്ട. അതെന്താ നിങ്ങൾ അങ്ങനെ പറയണേ? അല്ലറ ചില്ലറ കടപ്പാടുങ്ങൾ അപ്പനായിട്ട് ഞമ്മക്കുണ്ട്. വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. 10,000 ഉറുപ്പിണ്ട്. ചരക്ക് മുന്തിയതായിരിക്കണം. അത് ഞങ്ങൾ കൊണ്ടുവരുമ്പോ കണ്ടോ. നാണുപ്പാ, ഇന്ന് തന്നെ 2 ലോഡെങ്കിലും പുഴയിലിറക്കാനാവോ? ഒന്ന് വേഗം ആട്ടെ. കള്ളന്മാര് മരം പറ്റി കൂട്ടിട്ട് ആരോട് ചോദിച്ചിട്ടാ മരം മുറിച്ചത്? ഞങ്ങള് മലദൈവങ്ങളെ കാണാണത്. മരം മുറിക്കരുത്, എല്ലാം പോയി വെട്ടി കൊന്നുകളയും. പോയി ആദിപ്രകൃതിയൊരുക്കിയ നർത്തനവേദീതാ വനവീധീതാ. ആദിപ്രകൃതിയൊരുക്കിയ നർത്തനവേദീതാ വനവീധീതാ. തങ്കനിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? കഴിയില്ല. കാടും മരങ്ങളും പോയ നാടും മനുഷ്യരും നശിച്ചു പോകുന്ന ഞങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇപ്പോ ആ പഴയ കൊച്ചുമുതലാളി അല്ല തങ്ക ഞാനിപ്പോ. ആദർശങ്ങളൊക്കെ പറയാം, പഠിപ്പിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും ചെലവാവില്ല. അങ്ങനെ വേറെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാതെ ചില കാര്യങ്ങൾ. നിങ്ങൾക്കിപ്പോൾ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം കൊച്ചു മുതലാളി? ആയുധങ്ങളും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ സഹായിക്കാം. കറുപ്പ ചെമ്പ കൊച്ചു മുതലാളി പറഞ്ഞു കേട്ടില്ലേ? അങ്ങോട്ട് സഹായിക്കില്ലടാ. നടക്കി